റസ്മിൻ എന്നെയും ജിൻഡോനെയും ഒരു ടീമിൽ ഇട്ടതാണ് എനിക്ക് പൊളിഞ്ഞത്. അഭിഷേകിന്റെ കൂടെ ആണെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നെ അൺകംഫർട്ടബിൾ ആക്കാനായിട്ട് റസ്മിൻ ചെയ്തതാണ് അത്. ഓൾറെഡി ശരണ്യയും ശ്രീരേഖയും എന്നോട് ചെയ്തത് വെറും മോശം പരിപാടിയായിപ്പോയി. അതിൽ തന്നെ ഞാൻ പൊട്ടിയിരിക്കുമായിരുന്നു. ഞാൻ എന്റെ പവർ റൂം സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് നോമിനേഷനിൽ പോയിട്ടാണ് അവരെ സേഫ് ആക്കി പവർ ടീമിൽ നിർത്തിയത്. എന്നിട്ട് എന്നെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് ഒരു ബേസിക് കേർട്ടസിയാണ്. അത് അവരെന്നോട് കാണിച്ചില്ല. ഞാൻ അവർക്ക് എന്നാണെങ്കിലും പണി കൊടുക്കും. അപ്പോ സിജോ പറയുന്നു, നിന്നേക്കാൾ ആക്റ്റീവ് അല്ലാത്തവരായിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, ഒട്ടും കളിക്കാത്തവരുണ്ട്. പക്ഷെ അവരൊരു കോമ്പിനേഷൻ പിടിച്ച് നോക്കിയതാണ് നിന്നെയും ജിൻഡോനെയും ഇട്ട്. ജയിലിൽ കയറി അടി ഉണ്ടാവട്ടെ എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഗബ്രി പറയുന്നു, ഞാനും ഋഷിയും കളിച്ച് ജയിച്ചിട്ടാണ് പവർ ടീമിലേക്ക് കയറിയത് അവരോടൊപ്പം. എന്നിട്ടും അവർ എന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. ജയിലിലിട്ടാലും ഞാൻ കത്തും എന്ന് സായി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ജയിലിൽ കിടന്നാലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. സിജോ പറയുന്നു, അതാണ് ഞാനും പറയുന്നത്. എല്ലാവരുടെയും പ്ലാൻ എനിക്കിപ്പോ അറിയാം. ജിൻഡോയുടെ പ്ലാൻ എനിക്കറിയാം. ടണൽ ടീമിലുള്ളവർ എനിക്കെതിരെ പ്ലാൻ ചെയ്യുന്നത് എല്ലാം എനിക്ക് ഊഹിച്ചെടുക്കാം എന്ന് സിജോ പറയുന്നു. ഇതിൽ എനിക്ക് തോന്നുന്നത് ഗബ്രിയും റസ്മിനും തമ്മിൽ എന്നേക്കുമായി തെറ്റി വെറും മ്യൂച്വൽ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞ അവരിപ്പോ ഉടനെ ഒരു വഴക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും, ഒരു വലിയ വഴക്ക്. അതുപോലെ തന്നെ ഗബ്രി ശ്രീരേഖ വഴക്കും ഗബ്രി ശരണ്യ വഴക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ ഗബ്രി ഇപ്പം നമ്മുടെ സ്ക്രൂ കയറ്റി വിടുന്നത് സിജോയാണ്.